നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഇതുവരെ റെഡി ആയില്ലേ? ഞാൻ 5 മിനിറ്റുള്ളിൽ റെഡി നീ 10 മിനിറ്റിനകം റെഡി ആയിക്കോ, ഞാൻ അടിയാൻ തരും. വാസുവേട്ടാ, എന്താ ദേവകി? നീ ഇതുവരെ റെഡി ആയില്ലേ? പോണ്ടേ നമുക്ക്? വാസുവേട്ടാ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം ഇന്ന്. അപ്പോ ശ്യാമയ്ക്ക് നമുക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ? പക്ഷെ ദേവകി നമ്മുടെ കയ്യില്. വാസുവേട്ടാ, എന്താ ദേവകി ഇത്? കുറച്ച് രൂപയാ വാസുവേട്ടാ. നിനക്കെവിടെ നീ പൈസ? വാസുവേട്ടന് ഇടയ്ക്ക് എനിക്ക് തരാറുണ്ടായിരുന്ന ചെറിയ തുകകളൊക്കെ കൂടി ഞാൻ ശേഖരിച്ചു വെച്ചിരുന്നതാ, ആ ജയന്തിയുടെ കണ്ണിൽ പെടാതെ. ഇതുപോലൊരു പ്രധാനപ്പെട്ട ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി വാസുവേട്ടന് ഈ തുക അഖിൽമോന്റെ കയ്യിൽ കൊടുക്കണം. ഇല്ല ദേവകി, ഈ പണം നീ തന്നെ കൊടുത്താൽ മതി. ഇത് കൊടുക്കാനുള്ള അർഹത നിനക്ക് തന്നെയാ. വാസുവേട്ടൻ എന്തീ പറയുന്നേ? ഇത് വാസുവേട്ടന്റെ തന്നെ പണ. ഞാൻ ഇത് സൂക്ഷിച്ചിരുന്നേ ഉള്ളൂ. ഇത് വാസുവേട്ടൻ വേണം കൊടുക്കാൻ. എതിർത്തൊന്നും പറയരുത്. സത്യം പറഞ്ഞ എന്റെ മനസ്സ് എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മുടെ മോള് വലിയൊരു സ്ഥാനത്തെത്തി. ഇപ്പതാ അകന്നു നിന്ന വസുന്ധരാമ അവളെ അംഗീകരിക്കുകയും ചെയ്തു. നമ്മുടെ മോളെ അവൾ ആരാധിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെയൊന്നും കൈവിട്ട് കളയില്ല ദേവകി. അല്ല, അരവിന്ദനും ജയന്തിയൊക്കെ റെഡിയായോ? അവര് റെഡിയാവുന്നേ ഉള്ളൂ. നീ റെഡിയായോ? ജയന്തി എന്തിയടാ? ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ നോക്കട്ടെ. പെട്ടെന്ന് റെഡിയാ, പോവാം, സമയമായി. വാ ദേവകി, നമുക്ക് റെഡിയാവും. നീ എന്താ റെഡിയാവുന്നില്ലേ? ഇനി അരവിന്ദേട്ടൻ എത്ര തലകുത്തി മറിഞ്ഞാലും ശരി, ഞാൻ ഈ കല്യാണത്തിന് വരാൻ പോകുന്നില്ല. കല്യാണം അല്ലല്ലോ, ശാന്തി മുഹൂർത്തം അല്ലേ. ശാന്തി മുഹൂർത്തത്തിനെ അച്ഛനും മക്കളും കൂടി അങ്ങ് പോയാ മതി. മരുമകള് വരുന്ന പ്രശ്നമേ ഇല്ല. ജയന്തി, നീ ആ പഴയ ദേഷ്യം വെച്ച് വിലപേശേണ്ട സമയമല്ല ഇത്. എടി, നീ പെട്ടെന്ന് റെഡിയായേ. നീ വന്നില്ലെങ്കിൽ അവിടെ എല്ലാരും ചോദിക്കും. അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് കാര്യം. അവിടെ എല്ലാവരും ചോദിക്കും. അപ്പൊ എഴുന്നള്ളിപ്പിന് ആനയെ നിർത്തുന്ന പോലെ ആളെ കാണിക്കാൻ വേണ്ടി ഞാൻ എവിടെ വേണം അല്ലേ? എനിക്കേ സൗകര്യമില്ല. നിങ്ങൾ 4 പേരും കൂടി അങ്ങ് പോയാ മതി. ആൾക്കാർ ചോദിക്കുമ്പോ എന്തേലും കള്ളം കൈന്നിട്ട് പറഞ്ഞാ മതി. അല്ല, കള്ളം പറയാൻ വിദഗ്ധനാണല്ലോ. ജയന്തി, നോക്ക്, നല്ലൊരു ദിവസം നീ ആയിട്ട് അലങ്കോലമാക്കരുത്. നീ വന്നേ പറ്റൂ. ഇങ്ങനൊരു ദിവസം വരുമെന്നേ നിങ്ങളുടെ അനിയത്തി ഓർക്കണായിരുന്നു. അന്ന് ഞാൻ 2 ദിവസം അവിടെ നിന്നപ്പോ എന്നെ ഓടിച്ചുവിടാൻ എന്തൊരു ധൃതിയായിരുന്നു അവക്ക്. ജയന്തി, കഴിഞ്ഞതൊക്കെ പോട്ടെ. നീ വന്നേ പ്ലീസ്. ഞാൻ അതിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വരുന്നു. എന്ത് വേണോ ചെയ്യൂ അല്ലേ? അങ്ങനെയാണെങ്കിലേ എനിക്ക് മുമ്പൊരിക്കലും വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ ആ കമ്മല്, കല്ല് വെച്ച കമ്മല്, അത് വാങ്ങിത്തരണോ എനിക്ക്. ജയന്തി, നീ എന്നെ പരീക്ഷിക്കാതെ. ആ കമ്മല് വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് ഒന്നും എന്റെ കയ്യിലില്ല. ഓഫീസിൽ നിന്ന് ആരോടെങ്കിലും കടം വാങ്ങിക്കൂടെ? അല്ലെങ്കിൽ ഒരു ചിട്ടിക്ക് ചേർന്നിട്ടുണ്ടല്ലോ, ആ ചിട്ടി അങ്ങ് പിടിച്ചാ പോരെ. ഇനി ചിട്ടി ആയാലും ശരി, പാട്ടോ ആയാലും ശരി, കമ്മല് വാങ്ങാമോ? ഞാൻ കല്യാണത്തിന് വരാം. ശരി, ഞാൻ വാങ്ങിത്തരാം. ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെയെങ്കിലും ഞാൻ വാങ്ങിത്തരാം. ഉറപ്പാണോ? ഉറപ്പ്. ദേ അരവിന്ദേട്ടാ, അരവിന്ദേട്ടനെ കൊണ്ടേ കാശ് ചെലവാക്കിക്കാനല്ല ഞാൻ കമ്മല് വാങ്ങിത്തരാൻ പറഞ്ഞത്. ശ്യാമയോട് എനിക്ക് തോക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. എന്താ ഏതാന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നീ വേറെ റെഡിയാവോ നോക്ക്. ചൂടാവാ അരവിന്ദേട്ടാ, വാ വാ. എന്റെ അമ്മമ്മയുടെ ചിമിക്ക് കമ്മൽ. അമൃതേ, 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 അമൃതേട്ടത്തി. ഏട്ടാ, എന്തായി? ഇല്ലടാ, ഇവിടെ കാണുന്നില്ല. നമുക്ക് നോക്കാം. അമൃതേട്ടത്തി,
എടുത്തേ സാർ എവിടെ പോയി തരയും? മോളെ അമൃതമോളെ നോക്കണ്ടേ? എന്തിന്? ചുമ്മാ. മോളെ അമൃതമോളെ എങ്ങനെയുണ്ട് മോളെ? അമ്മ നമുക്ക് നോക്കാം, ടെൻഷൻ ആവാതെ വാ. അമൃതെടുത്തേ. ഏട്ടാ അവിടെ ഒന്നും കാണുന്നില്ല. മോളെ മോളെ ആനന്ദേട്ടാ, എനിക്ക് വയ്യ. എന്നാലും ഈ ദിവസം തന്നെ അമൃത എന്താ ഈ കാണിച്ച്? അവിടെ കാണുന്നില്ല. ശ്യാമയായിട്ട് അവക്ക് എന്താ പ്രശ്നം? സമാധാനായിട്ടിരിക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. പിള്ളേരെന്തായാലും നോക്കാൻ പോയിട്ടുണ്ടല്ലോ. അമ്മേ അച്ഛാ അവിടെ ഒന്നും ഇല്ല. എവിടെ പോയി? ഈ കുട്ടി രാവിലെ തന്നെ ഇത് എങ്ങോട്ടാ പോയേ? ഈശ്വര, ഒരു സമാധാനവും ഇല്ലല്ലോ. അടുത്തെങ്ങോട്ടെങ്കിലും പോയതായിരിക്കും. അതെ, നീ ഒന്ന് വിളിച്ചു നോക്ക്. ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് കവറേജ് ഏരിയ. ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എങ്ങോട്ടെങ്കിലും പോകുന്നോ വല്ലതും? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഏടത്തേക്ക് കുറച്ചു ദിവസമായിട്ട് ഒരു മനസമാധാനം ഇല്ലായിരുന്നു. ഇവിടെയുള്ള ആരെങ്കിലും അമൃതേടത്തിയെ ഭീഷണിപ്പെടുത്തോ മറ്റോ ചെയ്തോന്ന് അറിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നത് അമൃതമോളെ വീട് വിട്ടു പോയതായിരിക്കുമെന്നാ. എവിടേക്കോ പോയി വല്ല കടുങ്കയും ചെയ്തു കാണും. ഒന്ന് നിർത്തുന്നുണ്ടോ അപ്പച്ചി? കടുങ്കൈ ചെയ്തു പോലും. ഏട്ടാ, അച്ഛൻ പറഞ്ഞതുപോലെ അമൃതേടത്തി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും തന്നെ പോയി കാണും. ശ്യാമേ, അമൃതേടത്തിക്ക് എന്താ സംഭവിച്ചത്? അതാ ഞാനും ആലോചിക്കുന്നേ, അമൃതെടുത്ത് എവിടെ പോയതാന്ന്. ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ശ്യാമ കാരണം അമൃതേടത്തി കുറെ ദിവസമായിട്ട് കണ്ണീര് കുടിക്കായിരുന്നു. ഒന്ന് നിർത്ത്. ഞാൻ പറഞ്ഞില്ലേ, വല്ല കത്തും എഴുതി വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും. അപ്പച്ചി പറഞ്ഞ പോലെ ഇനി കത്തെന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവോ? ഞാൻ എന്താ വരുന്നു, ഒന്ന് മാറിയ. കൃഷ്ണ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.